കോളിഫ്ലവറിനോട് എനിക്കൊരിഷ്ടം കൂടുതലാണേ. എന്താണെന്നല്ലേ, നല്ല ചൂട് കറിവേപ്പിലേക്ക് ഇട്ട് കോളിഫ്ലവർ വറുത്തത് കഴിക്കാൻ എന്നെ ഒരു ടേസ്റ്റ് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറി ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വറുത്തതല്ല കേട്ടോ, ഒരു കോളിഫ്ലവർ കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കോളിഫ്ലവർ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടേ. ഇതിലോട്ട് ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്തത് നമ്മളൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വറുത്ത് കോരി മാറ്റുക. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട കേട്ടോ, ലേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സവാളയും ഉരുളക്കിഴങ്ങും പച്ചമുളകും ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമ്മളൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒന്ന് വറുത്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തോളൂ കേട്ടോ, അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ചിക്കൻ മസാലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ്. പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ വറുത്ത് കോരി മാറ്റിയ കോളിഫ്ലവറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ആഡ് ചെയ്താൽ മതി. ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് നമുക്കിതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇത് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു കേട്ടോ. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണേ.